അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളിയും പച്ചമുളകും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ചോറിന്റെ കൂടെയും തക്കാളി ആയതുകൊണ്ട് ദോശ, ഇഡലിയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 പച്ചമുളകാണ്. അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നെടുകി ഒന്ന് കീറിയാൽ മാത്രം മതി. ഇതിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ നെടുകി ഒന്ന് കീറിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഈ അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മൾ നല്ലെണ്ണ തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അച്ചാറായതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ കുറച്ച് കൂടുതൽ വേണം, എന്നാൽ അത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 20ഓളം വെളുത്തുള്ളി ഉണ്ട്. ചെറിയതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 15 എണ്ണം വരെയൊക്കെ എടുത്താൽ മതി. അതുപോലെ വലുതാണെങ്കിൽ ഒരു 2 ആയിട്ടെങ്കിലും കട്ട് ചെയ്തിട്ടും കൂടെ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളകാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 2 വറ്റൽമുളകും കൂടെ നമുക്കിതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അച്ചാറിന് നല്ലൊരു കളറും കിട്ടും, പിന്നെ ഒരുപാട് എരിവും കാണത്തില്ല. 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒരു 3-4 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. തക്കാളി ആണെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. തക്കാളിക്കകത്തുനിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടും. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് ദിവസമൊന്നും ഇത് നിൽക്കത്തുമില്ല, പെട്ടെന്ന് അതങ്ങ് കേടായി പോവും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതങ്ങ് അടിയിൽ പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വരാനുള്ളൊരു സമയമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പോലെ തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചൊരു കായത്തിൻ്റെ ഉപ്പിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കായം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ്. തക്കാളിയിൽ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ അതിന് പകരം നാരങ്ങാ നീരോ പുളിവെള്ളമോ ചേർത്ത് കൊടുത്താലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യമേ നമ്മൾ 3 ടേബിൾ സ്പൂൺ വിനാഗിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഇതിലേക്ക് കറക്റ്റ് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുക്കുന്ന ഒരു തക്കാളിയുടെയൊക്കെ ഒരു പുളിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ തക്കാളിയിലുണ്ടായിരുന്ന ആ വെള്ളം നമുക്ക് ചെറിയതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പാനിയാണ്. നമ്മൾ ഇതുപോലെ ശർക്കരപ്പാനി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പച്ചമുളകും മുളക് പൊടിയും വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ശർക്കരപ്പാനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. എങ്കിൽ മാത്രമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ആ എരിവും പുളിയും ചെറിയൊരു മധുരമൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അഥവാ ശർക്കര ഇല്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് പകരം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും വെള്ളമയോ ഒന്നും ഇല്ലാത്തൊരു ബോട്ടിലാക്കി നമ്മളിത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലും സ്പൂണിലൊന്നും ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. എങ്കിലും നമുക്കിത് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തക്കാളി അച്ചാർ ഇട്ട് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യമേ പറഞ്ഞ പോലെ നമുക്കിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശ, ഇഡ്ഡലിയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.